ഒരു സിസ്റ്റത്തിൽ റിമോട്ട്ലി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു പ്രോട്ടോക്കോളാണ് ടെൽനെറ്റ്. കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്കാവുന്നത്. ഒരു സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്ത് റിമോട്ട്ലി ആ സിസ്റ്റത്തെ കമാൻഡ്സ് എല്ലാം റൺ ചെയ്യാൻ പറ്റും. ടെൽനെറ്റ് ഡീഫോൾട്ടായിട്ട് പോർട്ട് 23ലാണ് വർക്കാവുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ടെൽനെറ്റ് യൂസ് ചെയ്ത് സെൻഡ് ചെയ്യുന്ന ഡാറ്റയെല്ലാം പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടായിരിക്കും പോവുക. ഒരു സെക്യൂരിറ്റി മെക്കാനിസമോ എൻക്രിപ്ഷനോ ഇല്ലാത്തത് കൊണ്ട് ഒരു ഹാക്കേഴ്സിന് ഈസിയായി ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ടെൽനെറ്റിന് പകരം ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കൂടുതലും SSH ആണ്, സെക്യൂർ ഷെൽ. ഇത് ഒരു കമാൻഡ് ലൈൻ ഇന്റർഫേസ് യൂസ് ചെയ്തിട്ട് റിമോട്ട്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. ഇത് കൂടുതൽ സെക്യൂർ ആണ്, ആൻഡ് എൻക്രിപ്ഷനും ഇതിലുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ പഴയ റൗട്ടേഴ്സ്, സ്വിച്ച് അങ്ങനത്തെ ഡിവൈസസിലും പിന്നെ യൂണിക് സിസ്റ്റത്തിലും ടെൽനെറ്റ് ആണ് ഇപ്പോഴും യൂസ് ചെയ്യാറ്. ഈ വീഡിയോയിൽ ഒരു ടെൽനെറ്റ് റൺ ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്ത് അതിലൊരു ഫയൽ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഹാക്ക് ദ ബോക്സിലെ ഒരു ലാബാണ് യൂസ് ചെയ്യുന്നത്. ലാബിൻ്റെ പേരാണ് മിയോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലാബ് ചെയ്ത് നോക്കാം. ഹാക്ക് ദ ബോക്സിൽ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ സിസ്റ്റത്തിൻ്റെ IP അഡ്രസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 10.129.91.150. ഇനി IP അഡ്രസ് കോപ്പി ചെയ്ത് കാളി ലിങ്ക്സ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഓപ്പൺ പോർട്സും വേർഷൻസും കണ്ടുപിടിക്കാൻ വേണ്ടി nmap കമാൻഡ് യൂസ് ചെയ്യുക. അപ്പോൾ nmap-sv IP അഡ്രസ് കൊടുക്കുക. അപ്പോൾ ഇതിലൊരു ടെൽനെറ്റ് സർവീസ് ഓപ്പൺ ആയിട്ടുണ്ട് പോർട്ട് 23ൽ. അപ്പോൾ ഡീഫോൾട്ട് പോർട്ടിലാണ് ഇത് റൺ ആവുന്നത്. ഈ ടെൽനെറ്റിൽ എങ്ങനെ ലോഗിൻ ചെയ്യാൻ നോക്കാം. അതിന് ടെൽനെറ്റ് കമാൻഡ് യൂസ് ചെയ്ത് IP അഡ്രസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഹാക്ക് ദ ബോക്സ് കണ്ടിട്ട് ഒരു ലോഗിൻ യൂസർ നെയിം ചോദിക്കേണ്ടത് ഇവിടെ. അപ്പോൾ അതിനിപ്പോൾ നമ്മളുടെ കയ്യിൽ യൂസർ നെയിമോ പാസ്വേഡോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കണ്ടുപിടിക്കാൻ ഒരു വഴി പറയുന്നത് ഹൈഡ്ര കമാൻഡ് യൂസ് ചെയ്ത് ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഡീഫോൾട്ട് ക്രെഡൻഷ്യൽ എന്തെങ്കിലും കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഡീഫോൾട്ട് ക്രെഡൻഷ്യൽ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഡീഫോൾട്ട് ക്രെഡൻഷ്യൽ പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു അഡ്മിൻ പേജ് ആണെങ്കിൽ അഡ്മിൻ യൂസർ നെയിമും പാസ്വേഡും അഡ്മിൻ തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ യൂസർ നെയിമും പാസ്വേഡിന് പാസ്വേഡ് കൊടുക്കുക. അല്ലെങ്കിൽ അഡ്മിൻ 1234 അങ്ങനത്തെ എല്ലാം പാസ്വേഡ് ഈ സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പിന് വേണ്ടി ഇതുപോലെ പാസ്വേഡ് എല്ലാം ചിലപ്പോൾ കൊടുക്കും. അപ്പോൾ അത് മാറ്റിയില്ലെങ്കിൽ അതൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. കാരണം സിമ്പിളായി ഇതൊരു അറ്റാക്കറിനെ ഗസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. കോമ്പിനേഷൻ ട്രൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് യൂസർ നെയിമും പാസ്വേഡും അഡ്മിൻ കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അതിൽ ലോഗിൻ കിട്ടുന്നില്ല. ഇതിപ്പോൾ 60 സെക്കൻഡിനുള്ളിൽ ലോഗിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിപ്പോൾ ടൈം ഔട്ട് ആയിട്ട് അതൊന്ന് എക്സിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടി നമുക്ക് ലോഗിൻ ചെയ്യണം. വീണ്ടും ടെൽനെറ്റ് കമാൻഡ് ടൈപ്പ് ചെയ്ത് IP അഡ്രസ് കൊടുക്കുക. ഇപ്രാവശ്യം യൂസർ നെയിം അഡ്മിൻ എന്നും പാസ്വേഡ് എന്നും കൊടുത്തു നോക്കുകയാണ്. അപ്പോൾ ഇതിന് ലോഗിൻ ഇല്ല. ഇനി അടുത്തത് യൂസർ നെയിം റൂട്ട് കണ്ട് കൊടുത്തു നോക്കാം. അതിൽ കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ലോഗിൻ ആക്സസ് കിട്ടുന്നുണ്ട്, ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിലിപ്പോൾ എന്തെങ്കിലും ഫയൽസ് ഉണ്ടാകുന്ന നോക്കാം. അതിന് ലിസ്റ്റ് കമാൻഡ് യൂസ് ചെയ്യുക. അപ്പോൾ flag.txt പറഞ്ഞിട്ടൊരു ഫയലുണ്ട്, അതിനെ റീഡ് ചെയ്യുക കാറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഒരു കീ കാണാം. ഇതാണ് നമ്മുടെ ഈ ലാബിൻ്റെ ടാസ്ക്. ഈ വീഡിയോയിൽ ഒരു ടെൽനെറ്റ് സർവീസിനെ അറ്റാക്ക് ചെയ്ത് അതിൻ്റെ ഒരു കോൺഫിഡൻഷ്യൽ ഫയൽ നമ്മൾ റീഡ് ചെയ്തു. അതിൻ്റെ കാരണം ഒരു സ്ട്രോങ് യൂസർ നെയിം വെക്കാത്തത് കൊണ്ടാണ്. സിംപിളി ഒരു ഡീഫോൾട്ട് ക്രെഡൻഷ്യലായ റൂട്ട് എന്നൊരു യൂസർ നെയിം ടൈപ്പ് ചെയ്തു. അത് ടൈപ്പ് ചെയ്തപ്പോഴേ പാസ്വേഡ് പോലും ചോദിക്കാതെ നമുക്ക് അതിൽ ആക്സസ് കിട്ടി. അതുകൊണ്ടാണ് ഈസിയായി നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയത്. ഇതിപ്പോൾ ടെൽനെറ്റിൽ മാത്രമല്ല, SSHൽ ഇതുപോലെ വീക്ക് ക്രെഡൻഷ്യൽ സെറ്റ് ചെയ്ത് വെച്ചാൽ എത്ര തന്നെ സെക്യൂരിറ്റി ഉണ്ട് പറഞ്ഞാലും ഈസിയായി നമുക്ക് അതിൽ ആക്സസ് കിട്ടും. അതുകൊണ്ടാണ് ഈ സ്ട്രോങ് പാസ്വേഡും യൂസർ നെയിമും എല്ലാം സെറ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നത്.